ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 20-ാം അധ്യായത്തിൽ ഹിസ്കിയാവിന് 15 വർഷം കൂടി അവൻ്റെ പ്രാർത്ഥന മുഖാന്തരം ദൈവം ആയുസ് നീട്ടിക്കൊടുത്തത് നമ്മൾ വായിക്കുന്നുണ്ട്. 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹം മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ മനശ്ശെ സ്ഥാനമേൽക്കുകയാണ്. മനശ്ശെ സ്ഥാനമേൽക്കുമ്പോൾ അവന് 12 വയസ്സാണ് പ്രായം. 55 വർഷം ഇസ്രായേലിനെ അവൻ ഭരിച്ചതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ തൻ്റെ പിതാവിനെ പോലെ ആയ ഹിസ്കിയാവിനെ പോലെ ആയിരുന്നില്ല ഇവൻ മനശ്ശെ. അവൻ വളരെ നീചനും ദൈവഭയമില്ലാത്തവനുമായി ജീവിക്കുകയാണ്. തൻ്റെ പിതാവ് നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ബലിപീഠങ്ങളെയൊക്കെ അവൻ പണിയുകയും അവിടെ ആ ജാതീയമായ രീതിയിലുള്ള ആരാധന നടത്തുവാൻ അവരെ അനുവദിക്കുകയും ഇസ്രായേൽ ജനത്തെ അങ്ങനെ തെറ്റായ വഴിയിലേക്ക് അവൻ വഴി നടത്തുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ വളരെയധികം മ്ലേച്ഛമായ പ്രതിഷ്ഠകളും ഒക്കെ അവനോട് ഉണ്ടാക്കുകയും വളരെയധികം തിന്മ, ഇതിനു മുൻപ് രാജാക്കന്മാർ ചെയ്യാത്തതിനേക്കാൾ കൂടുതൽ തിന്മ അവൻ ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിച്ചതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തന്നെ ശപഥം ചെയ്യുന്നു, ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കും. ദാവീദിന് കൊടുത്ത വാഗ്ദത്തം നിറവേറ്റുവാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവത്തെ പോലും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ ഈ മനശ്ശെയിൽ നിന്ന് ഇവിടെ ഉണ്ടാവുകയാണ്. അത് മാത്രമല്ല, നമ്മൾ വായിക്കുന്നു, ഈ തിന്മ പ്രവർത്തികൾ ചെയ്യുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നിഷ്കളങ്ക രക്തം അവൻ ആ ദേശത്ത് മുഴുവൻ ചൊരിയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നീതിബോധമില്ലാതെ ഉള്ളതായ അവൻ്റെ ആ ഒരു വലിയ പ്രവർത്തനം, ഇതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ മകൻ 55 വർഷം കഴിഞ്ഞ് അവൻ്റെ മകൻ ആമോൻ രാജാവായിട്ട് വരുന്നു. അവൻ തൻ്റെ അപ്പൻ്റെ വഴിയെ അതുപോലെ തന്നെ പിന്തുടരുകയാണ്. അതിനുശേഷം അവൻ്റെ ഭൃത്യന്മാർ തന്നെ അവനെ കൊല്ലുന്നു. അവനെ അങ്ങനെ കൊന്നതിൽ ജനം ഇടപെടുകയും അവനെ കൊന്ന ഭൃത്യന്മാരെ അവർ കൊന്നുകളയുകയും അതിനുശേഷം അവൻ്റെ മകനെ അവിടെ ജോസിയായ രാജാവായിട്ട് വാഴിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമുക്ക് ഇത് ചിന്താവിഷയമാകേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഹിസ്കിയാവിന് 15 വർഷം ദൈവം നീട്ടിക്കൊടുത്തു. ആ നീട്ടിക്കൊടുത്ത കാലയളവിൽ ജനിച്ച മകനാണ് മനശ്ശെ. കാരണം അവൻ മരിക്കുമ്പോൾ അവൻ രാജഭരണം എടുക്കുമ്പോൾ 12 വയസ്സെന്ന് നമ്മൾ വായിക്കുന്നു. ഹിസ്കിയാവ് മരിച്ചതിന് ശേഷം 15 വർഷമാണല്ലോ അവന് നീട്ടിക്കൊടുത്ത്. ദൈവം ആയുസ് നീട്ടിക്കൊടുത്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ ജനിച്ച മകനാണ്. അങ്ങനെ ആയുസ് ദൈവത്തോട് ചോദിച്ച് നീട്ടി വാങ്ങിച്ചതിൽ എന്ത് ഫലമാണുണ്ടായത്? നീചനായ ഒരു മകനെ കൂടി ജനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ എന്താണ്? തൻ്റെ മുത്തച്ഛൻ ആകാശ് ചെയ്തതുപോലെ അവൻ്റെ മകനെ യാഗമർപ്പിക്കുകയും സകനം നോക്കുകയും ഭാവി പ്രവചനങ്ങൾ അത് നടത്തുന്നവരെ വിളിച്ചു വരുത്തി ആ പ്രവചനങ്ങൾ ഒക്കെ അവിടെ നടത്തുകയും മന്ത്രവാദം, ആഭിചാരം എന്ന് വേണ്ട അങ്ങനെയുള്ള സകല ദുഷ്ടതകളും ചെയ്യാൻ അവൻ കാരണക്കാരനായിട്ട് മാറുകയാണ്. ആയുസ് നീട്ടിക്കിട്ടി ഒരു മകനോട് ജനിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായ നന്മയായിട്ടുള്ളതൊക്കെ സ്വാഭാവികമായി ദൈവം നമുക്ക് നൽകും. ദൈവത്തെ നമ്മൾ സമർപ്പിച്ച് ജീവിച്ചാൽ മതി. അതിനപ്പുറം നമ്മൾ ബലം പ്രയോഗിച്ച് ചോദിച്ചു വാങ്ങുന്നതൊക്കെ നമുക്ക് നന്മയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല.
നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ദൈവം നമുക്ക് തരുന്നതാണ് വാസ്തവത്തിൽ നമുക്ക് അനുഗ്രഹമാകുന്നത് പലപ്പോഴും. അതിനപ്പുറം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പലതും ചോദിച്ചു വാങ്ങാറുണ്ട്. ആ ചോദിച്ചു വാങ്ങുന്നത് പലപ്പോഴും നമുക്ക് ദോഷമായി വന്ന് ഭവിക്കാറുമുണ്ട്. അതുകൊണ്ട് ആയുസ്സിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും ദൈവമേ, എനിക്ക് നന്മയായിട്ടുള്ളത് എനിക്ക് നൽകണമേ, തിന്മയായതിനെയോ ആത്യന്തികമായി തിന്മയാകാൻ സാധ്യതയുള്ളതിനെയോ എനിക്ക് നൽകരുത് എന്നുകൂടി പറയാനും പ്രാർത്ഥിക്കാനും നമ്മൾ ബാധ്യസ്ഥരല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നന്മയായിട്ടുള്ളതിനെ മാത്രം ദൈവം നമുക്ക് നൽകാവൂ. നമ്മളിന്ന് നന്മയെന്ന് പറയുന്നത് നാളെ നന്മയാകണമെന്നില്ല. നമ്മളിന്ന് തിന്മയായി വിചാരിക്കുന്നത് നാളെ അത് തിന്മയാകണമെന്നില്ല, നന്മയായിട്ട് ഭവിക്കാം. കാരണം ആത്യന്തികമായ നന്മയും തിന്മയും വിവേചിച്ചറിയാൻ സാധിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവഹിതപ്രകാരം പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള സമർപ്പണം. നമ്മുടെ കർത്താവും ഗതസമനായി പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം ദൈവം നമ്മിലൂടെ നിറവേറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം എന്താണോ എന്നെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രവൃത്തി മുഖാന്തരം ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അതനുസരിച്ച് ദൈവകരങ്ങളിലെ ഒരു ഉപകരണങ്ങൾ മാത്രമായി നമ്മൾ ഇരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷവും അനുഗ്രഹപ്രദവും സംരക്ഷണവും. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ അപ്രകാരമുള്ള ഒരു സമർപ്പണത്തിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.